അയോധ്യയിൽ രാമക്ഷേത്രത്തോടൊപ്പം തുറന്ന റെസ്റ്റോറന്റിലെ ചായയുടെയും ബ്രെഡിന്റെയും വില കേട്ട് ഞെട്ടിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. 2 ചായയ്ക്കും ബ്രെഡ് ടോസ്റ്റിനുമായി 252 രൂപയാണ് ഈടാക്കിയത്. സാധാരണ ഹോട്ടലിലാണ് ഇത്രയും വില ഈടാക്കിയിരിക്കുന്നത്. ഇതിന്റെ ബിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. രാമക്ഷേത്രത്തോട് ചേർന്ന് നിർമ്മിച്ച അരുന്ധതി ഭവൻ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ശബരി റസോയി എന്ന റെസ്റ്റോറന്റിലാണ് ചായയ്ക്കും ബ്രെഡിനും തീ വില ഈടാക്കിയത്. രാമക്ഷേത്രത്തിനടുത്തുള്ള തെഹ്രി ബസാറിൽ അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി നിർമ്മിച്ചതാണ് അരുന്ധതി ഭവൻ. ബജറ്റ് വിഭാഗത്തിലാണ് റെസ്റ്റോറന്റിന് കരാർ ലഭിച്ചത്. 10 രൂപയ്ക്കാണ് ചായ നൽകണമെന്ന് കരാറിലുള്ളത്. 2 കഷ്ണം ബ്രെഡിനും ഇതേ വിലയാണ് നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ യാത്രക്കാർ ബില്ല് കണ്ട് കണ്ണു തള്ളുകയായിരുന്നു. ഒരു ചായയ്ക്ക് 55 രൂപയായിരുന്നു വില, ടോസ്റ്റിന് 65. 2 വീതം ചായയും ടോസ്റ്റും വാങ്ങിയപ്പോൾ GST ഉൾപ്പെടെ 250 രൂപയായിരുന്നു ബില്ലായി ലഭിച്ചത്. ബിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് ADA ഇടപെട്ടത്. പിന്നാലെ റെസ്റ്റോറന്റ് ഉടമയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസും അയച്ചു. മാന്യമായ നിരക്കിൽ ഭക്ഷണവും താമസവും നൽകണമെന്ന നിബന്ധനയോടെയാണ് കരാർ നൽകിയിട്ടുള്ളതെന്ന് ADA വൈസ് ചെയർമാൻ വിശാൽ സിംഗ് പറഞ്ഞു. എന്നാൽ ബിൽ സമൂഹമാധ്യമങ്ങളിൽ വൈറലായതിനു പിന്നാലെ മുന്തിയ ഹോട്ടലുകളുടെ സൗകര്യം തന്നെയാണ് ശബരി റസോയിലും നൽകുന്നതെന്ന വിശദീകരണവുമായി ഹോട്ടൽ അധികൃതർ രംഗത്തെത്തി. സൗജന്യമായി ഭക്ഷണം കഴിക്കാൻ നോക്കുന്നവരാണ് ബിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയതെന്ന് ശബരി റെസ്റ്റോറന്റ് പ്രൊജക്ട് ഹെഡ് സത്യേന്ദ്ര മിശ്ര പ്രതികരിച്ചു. വലിയ ഹോട്ടലുകളുടെ സൗകര്യങ്ങളാണ് തങ്ങളും നൽകുന്നതെന്നും ADAയുടെ നോട്ടീസിന് മറുപടി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഗുജറാത്തിലെ അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള കവാച്ച് ഫെസിലിറ്റി മാനേജ്മെന്റാണ് റെസ്റ്റോറന്റ് ഉടമകൾ. രാമക്ഷേത്രം തുറന്നതിനു പിന്നാലെ പ്രതിദിനം ലക്ഷക്കണക്കിന് ഭക്തരാണ് അയോധ്യയിലേക്ക് എത്തുന്നത്. അയോധ്യയിൽ നിന്ന് പ്രതിവർഷം കോടികളുടെ വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അയോധ്യയ്ക്ക് ശേഷം UP GDPയിൽ 4 ലക്ഷം കോടിയുടെ വർധനവുണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത്.